ഈ മാരേജും റിലേഷൻഷിപ്പും മാത്രമല്ലല്ലോ ജീവിതം, അതിനേക്കാളൊക്കെ വലുതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. പെൺകുട്ടികൾക്ക് മസ്റ്റായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എത്രയൊക്കെ പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെയൊക്കെ കൂട്ടിൽ അടച്ചിട്ട് തന്നെയാണ് വളർത്തുന്നത്. ഇപ്പം ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു കേട്ടോ, 9th തോന്നുന്നു NCCയുടെ ക്യാമ്പ് വന്നപ്പോൾ ഞാൻ പൊക്കോട്ടേന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ ഒറ്റ വാക്കിൽ പറഞ്ഞു, ഇല്ല പറ്റില്ല, അങ്ങനെ കൂട്ടിലിട്ടിട്ടായിരുന്നു കേട്ടോ എന്നെ വളർത്തിയിട്ടുണ്ട്. എനിക്ക് കൂട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയത് എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയപ്പോഴാണ്. ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ ഒരു കൂടും പൊട്ടിച്ചിറങ്ങാനുള്ള ഒരു അവസരം കിട്ടിയത്. NCCയുടെ ക്യാമ്പിന് അപ്പുറത്ത് വരെ ഒന്നും വിടാത്ത എന്നെ എൻ്റെ അച്ഛൻ ഛത്തീസ്ഗഡ് വരെ ഒറ്റയ്ക്ക് വിട്ടു, UP വരെ ഒറ്റയ്ക്ക് വിട്ടു. എന്തുകൊണ്ടാണ്? ഇതൊക്കെ ജോബിന് വേണ്ടിയിട്ട് പോയതാണ്. അത്യാവശ്യം നല്ല മണി ഏൺ ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയാൽ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനുള്ള ഫ്രീഡം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഏറ്റവും ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ്. അടുത്ത മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നോ പറയാൻ പഠിക്കണം. നമ്മൾ കുറേ പെൺകുട്ടികൾക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ്. അറിയാം, നമ്മൾ ഇമോഷണൽ ക്രിയേച്ചേഴ്സ് ആണ്. നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അയ്യോ അവർക്ക് വിഷമാവോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടാവാത്തൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ സമ്മതിച്ചു കൊടുക്കാറുണ്ട് പല സമയത്തും. അപ്പോൾ അടുത്ത മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം നോ പറഞ്ഞ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത പല തീരുമാനങ്ങളുടെ കൂടെ നിങ്ങൾക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. സോ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അപ്പോൾ തന്നെ നോ പറയാൻ പഠിക്കുക. അങ്ങനെ നോ പറഞ്ഞ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ കൈക്കുള്ളിൽ തന്നെ ഇരിക്കും. അടുത്ത് വരുന്ന ഒരു സാധനമാണ് സെൽഫ് ലവ് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളോട് തന്നെ സംസാരിക്കുക, നിങ്ങൾ തന്നെ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളുണ്ട്. ഈ സെൽഫ് ലെവലിൽ വരുന്നത് തന്നെയാണ് നമ്മുടെ ശരീരം നോക്കുക, നമ്മുടെ സ്കിന്ന് ടേക്ക് കെയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഒരുങ്ങി നടക്കുക. ഇതെല്ലാം സെൽഫ് ലെവലിൽ വരുന്ന സംഭവം. പിന്നെ അടുത്തൊരു കാര്യം സെൽഫ് വർത്ത്. അതായത് ഈ സെൽഫ് ലവ് ഉണ്ടെങ്കിൽ തന്നെ സെൽഫ് വർത്ത് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങൾ എപ്പോഴും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതിപ്പോൾ ഈവൻ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. അവരെങ്ങനെയാണോ നിങ്ങളോട് നിൽക്കുന്നത്, നിങ്ങളോട് പെരുമാറുന്നത്, എക്സാക്റ്റ് റിഫ്ലക്ഷൻ തിരിച്ചു കൊടുക്കുക. ഏറ്റവും വലിയൊരു കാര്യം എന്നറിയോ? ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ശരിയാണ്, നമ്മൾ ഇമോഷണൽ ക്രിയേച്ചേഴ്സ് ആണ്, ഞാൻ അത് വീണ്ടും പറയുന്നു. പക്ഷേ നമുക്ക് ഭയങ്കര പാടാണ് പെൺകുട്ടികൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് പല ടെക്നിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതുപോലെ നിങ്ങൾക്കിപ്പം ഒരു പ്രശ്നമുണ്ട്, ഒട്ടും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സോങ് കേൾക്കാം, അല്ലെങ്കിൽ ഒന്ന് പുറത്തൊന്ന് വാക്കിന് പോവാം. ഉള്ള കുറച്ച് കാര്യങ്ങൾ കുഞ്ഞു ടെക്നിക്കുകളിലൂടെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ നല്ല കുട്ടി എന്ന് പറയുന്ന സാധനം എടുത്ത് കളയുക. എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരെയും വീട്ടിൽ വളർത്തിയെടുക്കുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. നല്ല കുട്ടിയാകുമ്പോൾ ഇങ്ങനെ ചെയ്യണം, നല്ല കുട്ടിയാകുമ്പോൾ അങ്ങനെ ചെയ്യണം. പക്ഷേ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കാണില്ല. കാരണം നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കാനാണെങ്കിലും നമ്മളെക്കുറിച്ച് ആൾക്കാർ വല്ലതും പറയുമോ, നമ്മളെ ജഡ്ജ് ചെയ്യുമോ, നമ്മളെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ പോലും അതിൽ കുറ്റം കണ്ടുപിടിക്കുന്നവരാണ് കേട്ടോ. ഈ കുറ്റം പറയുന്നവരാരും നമുക്കൊരു നേരത്തെ ചിലവിനുള്ള പൈസ ഒന്നും തരൂല്ലോ. പറയുന്നവർ പറഞ്ഞോട്ടെ, എന്നെ നന്നായിട്ട് അറിയാം. ആ ഒരു ചിന്ത മാത്രം മതി കേട്ടോ.